നിന്റെ കൂടെ പേടിയുണ്ട്, ഒരു കല്യാണ സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അറിയാതെ നീ പോയതല്ലേ. അങ്ങ് നിൽക്കുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും ഇതൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. ഈ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അങ്ങേ മൂലിക്കുന്ന വേണം നമ്മൾ ഇങ്ങനെ അറ്റ. അവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് യാതൊരു വിധ മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. പോയ സമയത്ത് പപ്പടം ഒരിക്കലും എനിക്ക് ഉർവശിമാമാകാൻ പറ്റില്ല. ദിലീപേട്ടാ, നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേര നിങ്ങളുടെ ഒരു വലിയ ലോയൽ കസ്റ്റമർ ആണ്. ഒരു നേരം 3000 രൂപയുടെ ഫുഡ് കഴിക്കാൻ മാത്രം ഇതേ പൊട്ടിൽ കഴിക്കുന്നു എന്ന് പറഞ്ഞു. യെസ്, അപ്പോൾ നമ്മൾ ശ്രീലക്ഷ്മിയോട് കുറച്ച് അവരുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റി, ലൈഫിനെ പറ്റി കുറച്ച് പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ശ്രീലക്ഷ്മി, ഒരുപാട് ഉൾപ്രദേശത്തിൽ നിന്നും അല്ലെ ഗ്രാമീണ പ്രദേശത്തു നിന്നാണ് വരുന്നതാണോ അല്ലെ? വീട് അവിടെ നിന്നാണ് അല്ലേ? അവിടെ നിന്ന് ഒരു സിറ്റി ലൈഫിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, മേക്ക് ഓവർ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പത്തനംതിട്ട ജില്ലയിലെ പോന്നി കഴിഞ്ഞിട്ട് കൊക്കാത്തോടെന്ന് പറയും. നല്ല ഉൾപ്രദേശമാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. കരണ്ടൊക്കെ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം, ഞാനൊക്കെ മണ്ണവിളക്കിന്റെ വെട്ടത്തായിരുന്നു. കരണ്ട്, വണ്ടി അങ്ങനൊന്നും ഇല്ല. ജീപ്പ് പോകുന്ന റോഡുണ്ട്, പക്ഷെ ജീപ്പുകളൊക്കെ പോകുള്ളൂ, അല്ലാതെ വണ്ടികളോ ബസ് ഇടയ്ക്ക് അങ്ങോട്ടൊരു ബസ് പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ചൊരു ബസ് വരും, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അതും കുറെ സമയത്തേക്ക് ഒരു ബസ്സേ ഉള്ളായിരുന്നു. അതും ഞാൻ എന്റെ വീടിന്റെ അവിടെ നിന്നൊക്കെ കുറെ കിലോമീറ്ററുകൾ നടന്നിട്ട് വേണം ബസ് കയറി നാട്ടിലേക്ക് നമ്മളൊന്ന് ടൗണിലേക്ക് വരണമെങ്കിൽ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. അവിടെ ഒന്നും ആരും ജീൻസ് ഇടുക അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് ഡ്രസ്സ്, കുറച്ച് ലിപ്സ്റ്റിക്ക്, അതൊക്കെ ഭയങ്കര എന്തോ സംഭവമാണ് അവിടെ എല്ലാവർക്കും. അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വളർന്നതൊക്കെ. പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോഴേ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ജീവിച്ചോണ്ട് അങ്ങനെ തന്നെ പോന്നോണ്ടിരുന്നേ. ഇനി കുറച്ചുകൂടെ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റിയെടുത്തു. എന്നെ തന്നെ ഒന്ന് മാറ്റി നാടൻ ഗേളിൽ നിന്ന് മോഡേൺ ഗേളിലേക്ക് അല്ലേ? എനിക്ക് ഈ ഡ്രസ്സുകളൊക്കെ ധരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്തയിൽ ഞാനിങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ആൾക്കാരെന്ത് വിചാരിച്ചാലെന്താ, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോഴേ ഞാനാവുള്ളൂ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചാൽ ഒരിക്കലും ഞാനാവാൻ എനിക്ക് പറ്റില്ല. അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടു. അങ്ങനെ ഞാൻ ഇങ്ങനെ മാറി. ഇതിപ്പോ ഈ വീഡിയോക്ക് ശേഷമാണ് ഈ മുടി സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തത്? ആദ്യം നല്ല ചുരുണ്ട മുടിയായിരുന്നു ഫസ്റ്റ് സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തു, പിന്നെ ഇപ്പൊ ഒന്ന് വൃത്തിയാക്കി. മുടി പെർമനന്റ് സ്ട്രൈറ്റർ ആണ് ചെയ്തത്? അപ്പം ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടം സാരിയാണ്. പിന്നെ ഏറ്റവും ഇഷ്ടം സാരിയാണ്. കഴിവത് ഞാൻ സാരി കൊടുത്ത് എവിടെയും പോകാൻ നോക്കാറ്. മോഡേൺ ഡ്രസ്സും ഇടും, മോഡേൺ ഡ്രസ് എല്ലാം ഇടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് എന്ന് വെച്ചാൽ ഞാനും പ്രതീക്ഷിച്ചു സാരി കൊടുത്തിട്ടായിരിക്കും അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റുവാണെങ്കിൽ സാരിയിൽ നല്ല ലുക്ക് ഉണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ സാരി പറയാൻ വിട്ടുപോയതായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ എന്റെ കളറിൽ മാച്ചിങ് ഡ്രസ് ഇടാൻ വന്നപ്പോ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇടണമെന്ന് എപ്പോഴും പറയും. ഞാൻ ഇപ്പൊ പറയാം, അതെന്തിനാണ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടണമല്ലോ, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്. പിന്നെ ഇന്ന് ഒരുപോലെ കളറൊക്കെ ഏകദേശം വന്നെന്ന് തോന്നുന്നു ഇല്ലേ? ഒരു പച്ച ചിപ്പൊക്കെ. ഇതിനിടയിൽ കോമഡി ഉണ്ടായല്ലോ, നമ്മൾ ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ദിവസത്തെ രാത്രിത്തെ വീഡിയോ ആണ്, അത് വേറെ ദിവസം മറ്റേ റിസപ്ഷന് പോയ സമയത്ത് പപ്പടം വായിലോട്ട് തരം നോക്കിയതും വേണ്ടെന്ന് പറഞ്ഞതൊക്കെ ഉള്ളു അല്ലേ? അത് വലിയ റീച്ച് ഉള്ള ഒരു ട്രോൾ തന്നെയാണ് അത് അല്ലേ? നല്ല റീച്ച് വന്നു ആ സാധനത്തിന്. പപ്പടം അയ്യോ നല്ല രസമായിരുന്നു. അല്ലടാ, ഒന്നാമത് എനിക്ക് കമ്പി വാല് ഇത് കിട്ടിയേക്കുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാൾ തന്നു, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ വാരി കൊടുക്കുക, വാരി തന്നു, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ അങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ
ഒരാള് മറ്റേ ഫ്രണ്ട്ലി അപ്രോച്ച് നിൽക്കുന്ന ഒരാള് വേറെ രീതിയിലാവുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല, അതങ്ങനെ എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരാൾ വാരി തരുന്നതോ അല്ലെ ഞാൻ വാരി കൊടുക്കുന്ന കുറെ പൂനാച്ചം കാണിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എന്റേതായ രീതിയിൽ നിൽക്കാനാണ് ഇഷ്ടം. വാരി കൊടുക്കുമെന്ന് പറഞ്ഞാൽ വാരി എന്താ അവന് കയ്യില്ലേ, വാരി തിന്നൂടെ? ഞാൻ എന്തിനാ വാരി കൊടുക്കുന്നത്? അല്ലെ അവൻ എനിക്ക് എന്തിനാ വാരി തരുന്നത്? അതിന്റെ പല്ലൊന്നും പറ്റില്ല. താഴെ ഇങ്ങനെ സ്പേസ് ഉണ്ടായിരുന്നു കുറച്ച് അപ്പൊ അതൊന്നും അടുക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കും. അല്ല രണ്ടിടത്തും. ഇത് ട്രാൻസ്പെറന്റ് ബ്രേസസ് വരുന്നു. ബ്രേസസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ട്രാൻസ്പെറന്റ് ആയിട്ടില്ല നമ്മൾ. അത് നല്ല ക്യാഷ് ഉണ്ട്. അടുത്ത് തന്നെ എത്തുന്നതായിരിക്കും അല്ലേ? പ്രോഗ്രാമുകൾ കിട്ടുന്നതനുസരിച്ചും സിനിമകൾ കിട്ടുന്നതനുസരിച്ചിട്ടും നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അല്ലേ? പാട്ട് പാടും? ഇല്ല, എനിക്ക് ചെറുതാണ്. അത് മൂളിപ്പാട്ടാക്കണം, നല്ല പാട്ടന്നെ ആയിക്കോട്ടെ. കാരണം എന്തിനാണ് അത്? ചെറിയൊരു ട്രൈ നടത്തിയത് ഒരു ഇന്റർവ്യൂവിനകത്ത് പാടുന്നുണ്ട്. നമ്മളൊരു വർക്കില് ഒരു ഫീമെയിൽ വേർഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. എനിക്ക് എല്ലാ പാട്ടിന്റെ ആകെ 2 വരി അത്രേ അറിയത്തുള്ളൂ. ഒരു 2 വരി പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് തുമ്പയും തുളസി. ആ പാട്ടാണ് ഞാൻ എവിടെയും ഇങ്ങനെ മൂളാറുള്ളത്. അതാ ഇല്ലടാ, അത് കേൾക്കുമ്പോ എല്ലാരും വേഗം ഇവക്ക് എപ്പോഴും ഇതേ ഉള്ള പാടാനൊന്നും. പക്ഷെ എനിക്ക് ആ പാട്ടിനോട് ഭയങ്കര പ്രിയമാണ്. പിന്നെന്താ അറിയാതെ നീ പോയതല്ലേ മറുവാക്ക് കേൾക്കാനില്ല. എനിക്കറിയില്ല. എനിക്കറിയാവുന്നതാണ്. വീണ്ടും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ തിരിയും. എനിക്കറിയില്ല. അടിപൊളി പാട്ടല്ലേ, നല്ല. സോറി, ലിറിക്സ് അറിയാതെ കൊണ്ട് തെറ്റി പാടിയിട്ട് ക്ഷമിക്കണം. അതെ, എനിക്കും അറിയത്തില്ല. പിന്നെ ഏത് വീഡിയോ ട്രോൾ വന്നപ്പോ ഒരു ചെറിയ ഷോർട്ടിൽ കണ്ടൊരു പാട്ടാണ്. അത് ഞാൻ പാടാം. എനിക്ക് ഇത് ജയസൂര്യന്റെ പാടാണ്. നമ്മൾ ചേച്ചിയുണ്ട് നവീനാരെ. എനിക്ക് കൂട്ടാനൊരു കുട്ടിരുന്നൊരു കിളി ആമ്പലപ്പുഴ കണ്ടാൽ കിളി കണ്ടാൽ ഉടങ്ങല്ലേ ചിരി പെണ്ണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അലൻ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ. മനസ്സിലായോ? പെട്ടെന്ന് അവൻ എൻജോയ് ചെയ്ത് അങ്ങനെ നിന്നാലും അവന് പാട്ട് ഡാൻസ് അവന് ഭയങ്കര സന്തോഷം കൊടുക്കുന്നു. അപ്പൊ അലന് സന്തോഷം കൊടുക്കുന്നതൊക്കെ അലൻ ചെയ്യുക അല്ലേ? നല്ല കാര്യം. കാര്യം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിൽ സ്ട്രെസ് അടിച്ച കാര്യമില്ല. മറ്റേ ഒറിജിനൽ പാട്ടുമായിട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ ആ രീതിയിൽ വന്നിട്ടുണ്ടോ പാട്ടെങ്കിലും? എടാ, ഒരിക്കലും ശ്രമിക്കുന്നു. പക്ഷെ ഒരിക്കലും ഇപ്പൊ അതുപോലെ ഒരു പാട്ടുകാരൻ നമുക്കാകാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടി എന്ന് വെച്ചാൽ ഉർവശി മാമാണ്. ഒരിക്കലും എനിക്ക് ഉർവശി മാമ ആവാൻ പറ്റില്ല. കാവ്യ ചേച്ചി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എപ്പോഴും അന്നും ഇന്ന് എന്നും ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും. എനിക്ക് ഉർവശി മാമിനെ അതിനെ കുറിച്ചൊന്നും എനിക്ക് കാലഘട്ടത്തില് ഉർവശി മാമിന്റെ ഫിലിംസ് അല്ലേ ട്രെൻഡിങ് ആയിരുന്നു. മറ്റേ മന്ത്രിയായിട്ട് അഭിനയിച്ച ഒരു സിനിമ അത് ഫ്ലോപ്പാണ്. അല്ല, അത് ചിലപ്പോ കഥയുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കാര്യം. പക്ഷെ മാഡത്തിന്റെ സിനിമ അങ്ങനെ വന്നപ്പോ സെറ്റ് ജലധാര പമ്പ് സെറ്റ് സനുഷയുടെ ഫസ്റ്റ് മൂവിയൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഈ കാഴ്ച പിന്നെ മിസ്റ്റർ പരമനൊക്കെ ഹിറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോ ആർട്ടിസ്റ്റിലും തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് ഇല്ലേ, അത് കേൾക്കുന്ന പലരും ഈ സിനിമ കമ്മിറ്റിന്ന് എന്റെ അടുത്ത് പല കഥകളും വന്നതാ. ഇപ്പൊ വൈറലായ ശേഷം ഒരുപാട് കഥകൾ വന്നിട്ട് നമുക്ക് ആ ക്യാരക്ടർ എനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നരബലി പോലത്തെ സബ്ജക്ട് ഒക്കെ എനിക്ക് വന്നതാ. പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്തു. കാരണം ഡയറക്ടറും പറഞ്ഞു എനിക്ക് അത്ര ആക്ടിങ് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ നമുക്ക് നല്ല സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യും. നമ്മൾ ചെറുതാണെങ്കിലും ചെറിയ സിനിമകളിൽ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇറങ്ങാൻ പോകുന്ന ഗുലാന്റെ തട്ടുകട നായകൻ ഷെഫ് പിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുലാൻ തട്ടുകട എന്ന സിനിമയിൽ അത്യാവശ്യം ഒരു ഹോട്ടൽ സീക്വൻസ് ആണെങ്കിലും അതൊരു വില്ലൻ്റെ സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുന്ന ആക്ടർ ആയിരുന്നു. പോലീസ് വേഷത്തിലൊക്കെ ഒരുപാട് പടങ്ങളിൽ
ചെയ്യാറുണ്ട്. അപ്പൊ ആ ആർട്ടിസ്റ്റിനൊപ്പം നമ്മളൊരു സ്റ്റൈൽ ഡെലിവറി ഉണ്ട്. പിന്നെ ഈ കറുത്തവരോട് കറുത്ത ആൾക്കാരോട് അഭിനയിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവരുടെ ഉള്ളൊരു മറുപടി ആ സിനിമയിലുണ്ട്. കാരണം നമ്മള് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ വിളിച്ചപ്പോ പല ആൾക്കാരും സിനിമയിലേക്ക് വന്നില്ല. കാരണം എന്റെ കൂടെ ഒരു ലേഡി വേണമെന്ന് പറഞ്ഞു സിനിമയിൽ. അപ്പൊ അത് മായടിക്കുന്ന ഒരു അടിച്ചാ ചെയ്തത് ബ്ലാക്ക് ബ്യൂട്ടിയാ. എന്നാലും കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്റെ ഒപ്പം നിറമുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ നോ എന്നാ പറഞ്ഞത്. താങ്കളോട് റീൽ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ സിനിമയിൽ ഒരു സംഭവം ഒരു എന്താ പറയാ ചായ കുടിക്കുന്ന സീൻ ചെയ്യാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞു. ശ്രീലക്ഷ്മി വിളിക്കായിരുന്നില്ലേ ആ സീക്വൻസിൽ എടുക്കാൻ? അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലേ, പരിചയപ്പെടുത്തി ചോദിക്കുന്നുണ്ട്. നാളെ ഒരു സിനിമയില് ചായ കുടിക്കുന്ന സീനോ? ചായ കുടിക്കുന്നല്ല, ഒരു കോമ്പിനേഷൻ സീൻ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ബേക്കറി ഒരു കാമുകൻ വർത്തമാനം പറയുന്നതായിട്ടുള്ള സീക്വൻസ് സിനിമയില് നമുക്കൊരു പേരിങ് വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യൂലേ? ഡയലോഗ് ഉണ്ടെങ്കിൽ ചെയ്യും, അല്ല ചുമ്മാ ചായ കുടിക്കാൻ. പറഞ്ഞാൽ ഇപ്പൊ കപ്പിൾസ് ആയിട്ട് അഭിനയിക്കാലോ, ലവേഴ്സ് ആയിട്ട് അഭിനയിക്കാലോ, എന്തുകൊണ്ട് ചെയ്യാലോ? ഞാൻ ചോദിച്ചത് എന്റെ കൂടെ ഒരു പെയറിംഗ് ആയിട്ട് റീൽ ചെയ്തു, ഓക്കെ ഗുഡ്. ബട്ട് ആഫ്റ്റർ ഫിലിമില് സീരിയലിലൊക്കെ ഒരു നല്ലൊരു പെയറിങ് ഒരു റോള് വിളിച്ചു കഴിഞ്ഞാൽ ഡയലോഗ്സ് ഉള്ള സംഭവം എന്റെ ഒപ്പം ഓക്കെ ആവും. തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ ഒരു വർക്കായിട്ടാ കാണുന്നത്. ചോദിക്കുന്നുണ്ട് പലരും കമന്റിൽ ചോദിക്കുന്നത് ഈ റീൽ കഴിഞ്ഞാൽ ഇവന് ഇവിടെ അഭിനയിക്കില്ല, ഇവിടെ കഥ തരുമെന്ന് പറഞ്ഞു. ചെയ്യും, എന്താ വർക്കല്ലേ? ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ നല്ല വർക്കാണ്, നമ്മുടെ മാച്ചിങ് ആണ് ചെയ്യണമല്ലോ, ഡെഫിനറ്റ്ലി ചെയ്യണമല്ലോ, അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ. അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അങ്ങനെ ഒരു സംഭവം വന്നാൽ ചെയ്യും, ഉറപ്പായിട്ടും. അതില് മറ്റേ ഈ പറയുന്ന റീലിൽ നമ്മളൊരു കോമഡി രീതി ചെയ്തല്ല, ആ ഒരു കല്യാണത്തിന് കാണുമ്പോൾ തന്നെ അറിയാം കോമഡി രീതി. അപ്പോ സീരിയസ് ആയിട്ട് സിനിമ അല്ലെങ്കിൽ സീരിയൽ ഷോർട്ട് ഫിലിമിലേക്ക് ആ ഒരു ക്യാരക്ടർ ആ ഒരു കഥയ്ക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറഞ്ഞ് നിൽക്കില്ലേ? എന്ത് അല്ല ഞാൻ പറഞ്ഞത് ഒരു അഭിനയത്തിന്റെ രീതിയിൽ നിൽക്കും. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇന്റിമേറ്റ് സീനാണോ ഉദ്ദേശിച്ചത്? അതിനാണോ ഈ വളച്ചൊടിച്ച് ഇങ്ങനെ വരുമ്പോ കാണുമ്പോ ഞങ്ങൾക്ക് ഒരു ഡൗട്ട്, അതാണോ ഉദ്ദേശിച്ചത്? അല്ലല്ലോ, അല്ലല്ലോ, നോർമൽ സീനല്ലേ ഉദ്ദേശിച്ചത്? അത് ഓക്കെ ആയിരിക്കും ഡെഫിനറ്റ്ലി. നോർമൽ കോമ്പിനേഷൻ സീൻ ആണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. റിയൽ ആയിട്ട് ആ എൻക്വയറി സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡയലോഗ് വാങ്ങിക്കൊടുക്കും. നല്ല ഡയലോഗ് നല്ല ലെങ്ത് ഉള്ള സീക്വൻസ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മറ്റേ മുമ്പിലേക്ക് നമുക്ക് വിടുന്നു. അപ്പോ ഈ സിനിമകളിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ ആൾക്കാർ ഒരുപാട് പേര് കാണുമല്ലോ, ഇതിലും കൂടുതൽ ആൾക്കാർ കാണുമല്ലോ സിനിമ സീനിലാണെങ്കിൽ. അപ്പോ ഒരു പേടിയില്ല. എനിക്കെന്തിനാ പേടി? പേടിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങുമോടാ ഈ ഒരു ഫിലിം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണോ അല്ലെ ഒരു വലിയ നടിയാണോ എന്ന സ്വപ്നമായിട്ട് ഇറങ്ങില്ല. എനിക്ക് വീട്ടിൽ കുത്തിയിരുന്നാ പോലെ എനിക്ക് പേടിയാണ്. നിന്റെ കൂടെ പേടിയുണ്ടെങ്കിൽ ഒരു കല്യാണ സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് പേടി ഇതിനുള്ളിൽ എന്താ ക്ലിയർ ആകാൻ? ഞാൻ പറഞ്ഞുതരാം. താൻ പറഞ്ഞല്ലോ മറ്റേ തന്റെ കുറച്ച് ഫ്രണ്ട്സുകള് കണ്ടപ്പോ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു. എന്നെ അംഗീകരിക്കുന്ന എന്നെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് കൂടെ നിന്നാ മതി. അല്ലാതെ പലന്റെ കൂടെ വീഡിയോ ചെയ്തു എനിക്ക് നാണക്കേട ഇനി നിന്റെ കൂടെ എന്ന് പറഞ്ഞ് പോകുന്നവർക്ക് ഇതാ അങ്ങോട്ട് പോവാം. കാര്യം പറയാം, ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരോട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്നോ വന്ന് അഭിനയിച്ച് പോയി. ഇപ്പൊ നാളെ ഒരു സംഭവങ്ങള് ഇപ്പൊ സിനിമകളിൽ ഞാൻ പറഞ്ഞല്ലോ മായടിക്ക് വന്നാലെന്ന് മറ്റേ ഇതിൽ അഭിനയിച്ചത് പേരിങ്ങുള്ള സാധ്യത അതല്ല സീക്വൻസിൽ നല്ല ആർട്ടിസ്റ്റ് നമ്മൾ അഭിനയിക്കും പോകും. അല്ലാണ്ട് നമ്മൾ ഈ നമ്പർ വിളിക്കാറില്ല, വിളിക്കുന്ന നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മെസ്സേജ് അയക്കാറില്ല, പ്രത്യേകിച്ച്. അത് ശരിയാട്ടോ, അത് ശരിയാ. അലനെ ഞാൻ പരിചയപ്പെട്ടിട്ട് അലൻ ഹായ് അയക്കും. ഞാൻ ഹായ് അലനെ സുഖമാണ് ശ്രീലക്ഷ്മിക്ക് സുഖമാണോ കഴിഞ്ഞ് അക്കാര്യത്തിൽ എനിക്ക് ഓക്കെയാണ് അലൻ. എന്നോട് ഇന്ന് വരെ ഒരു മോശമായൊരു കാര്യം പറയുവോ സംസാരിക്കുവോ അല്ലെങ്കിൽ ഇനി അലനുമായിട്ടൊരു ഇത് ഫ്രണ്ട്ഷിപ്പ് ഞാൻ വെക്കില്ല, അത്രയ്ക്ക് അവൻ മോശക്കാരനാന്ന് പറയാൻ അവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് യാതൊരു വിധ മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അലൻ നല്ലതാണ്.
ഒരു വ്യക്തി ഒരു ലേഡി നിങ്ങൾ ഇത് കേൾക്കുവിൻ. അലൻ ജോസ് പെരേരയെ പറ്റിയിട്ട് വല്ലൊരു വാക്കൊരു പെൺകുട്ടി പറയുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ് അലൻ. അത് പറയാനുള്ളത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ലേഡി എങ്ങനെ ബിഹേവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും തിരിച്ചും. അതെ അതെ, നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുത്താലേ ഇങ്ങോട്ട് അങ്ങനെ വരുള്ളൂ. അലിൻ ജോസ് എന്ന് പറഞ്ഞാൽ എന്റെ ബിഹേവിങ് പോലെ ആയിരിക്കൂല വേറൊരു ആർട്ടിസ്റ്റ് പെരുമാറുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. സത്യമാണല്ലോ പറഞ്ഞത്. നമ്മള് നിങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർ നിൽക്കില്ലേ. അല്ല, നിങ്ങൾക്ക് ഇത് ചോദിച്ചതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, സ്ലൈറ്റ്ലി വിവാദപരമാണ്. ഈ അഭിനയം നമ്മൾ ഈ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ചൂഷണങ്ങളുള്ള മേഖലയാണെന്ന് പറഞ്ഞാൽ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു മേഖലയാണ് ഇത്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു, ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദം ആൾറെഡി ഉണ്ടല്ലോ പലതരത്തിലുള്ള. അതും ഞാൻ അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പേഴ്സണലായിട്ടൊന്നും അതിനെ പറ്റിയിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയുന്ന ആൾക്കാരെ പറ്റിയിട്ടോ വിവാദങ്ങളെ പറ്റിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയണ്ട, നമുക്ക് ഒരു ഇതാകണ്ട. പക്ഷെ ഞാൻ പറയുന്ന കാര്യം വിഷയം വന്നപ്പോഴാണ് എനിക്കത് ഒരു കേസ് വന്നത്. അതെ 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 അതെ. അല്ല, ഞാൻ അതിനെ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞ ഓവറോൾ ആയിട്ട് ഒരു കരക്കമ്പി എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ആവശ്യമില്ലാത്ത ഒരു വിവാദങ്ങൾ നമുക്ക് അറിയാം. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇൻഡസ്ട്രിയിൽ സേഫ് ആണെന്ന് അറിയാം. എങ്കിലും ഏതെങ്കിലും രീതിയിൽ വളരെ എല്ലാവരുടെയും ചില മറ്റേ ഇതൊക്കെ ഒരു പാഴ് ജീവികൾ ഉണ്ടാവുമല്ലോ എല്ലാ ഭാഗത്തും, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ 1000-ൽ 1-2 ആൾക്കാർ ചിലപ്പോൾ മോശമായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ശ്രീലക്ഷ്മിക്ക് പേഴ്സണലായിട്ട് ഏതെങ്കിലും സെറ്റുകളിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും സിനിമ സ്റ്റാറുകളിൽ നിന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, ഡയറക്ടേഴ്സിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും? എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല വശങ്ങളും മോശ വശങ്ങളും. ഞാൻ ഈ ഫിലിം എന്ന സ്വപ്നമായിട്ട് ഇറങ്ങാൻ തുടങ്ങി ഇതെന്റെ 2ാമത്തെ വർഷം. ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഒരു ഫിലിമിൽ ഒരു തഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെന്നോട് മോശമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കൊട്ടിയ വാതിലുകളിലൊക്കെ പകുതിയും എന്നോട് മോശം പറഞ്ഞിട്ടുള്ളവരാ. എന്താണ് പറഞ്ഞത്? വിവാദങ്ങളൊക്കെ തിരികൊളുത്തുകയാണെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ശ്രീലക്ഷ്മി പറയട്ടെ, ആരുടെ പേരും പറയണ്ട. പക്ഷെ എന്താണ് ചോദിച്ചത് അല്ലെങ്കിൽ എന്താണ് അവര് ഉദ്ദേശിച്ചെന്നുള്ളത് തുറന്നു പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോളൂ. തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ അത് പറ്റത്തില്ല, അല്ലാതൊരു വേഷം തരുമോന്ന് ചോദിച്ചപ്പോ വിളിക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ വിളിയും പറച്ചിലൊന്നുമില്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെങ്കിലുമൊക്കെ എത്തി നിന്നേനെയായിരുന്നു. ഞാൻ ഒന്നിനും തയ്യാറല്ലാത്തതുകൊണ്ട് 2 വർഷം കൊണ്ട് ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അലൻ ജോസ് ഒരുപാട് ഭേദമാണ്. അത് വെച്ച് നോക്കുമ്പോ അലനാണ് ശരിക്കും ഹീറോ. അതിന് അഡ്ജസ്റ്റ്മെന്റും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ സോഷ്യൽ മീഡിയ, നമുക്ക് വളർന്നു വരാൻ സോഷ്യൽ മീഡിയ നല്ലതാണ്. ഈ മറ്റുള്ളവരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരുടെ മുന്നിൽ പോയി ചണ്ടിയായി കിടക്കുന്നതിനെക്കാട്ടി നല്ല ഞാൻ സ്വന്തമായിട്ട് കുറെ റീലും ചെയ്ത് ഞാൻ തന്നെ കയറി വരുന്നതാണ് നല്ലത്. അതെ അതെ, കറക്റ്റ്. കാരണം നമുക്കൊരു സ്റ്റാർ വാല്യൂ വന്ന ശേഷം നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ റെസ്പെക്ട്, നമ്മൾ ചാൻസ് ചോദിച്ചു പോകുമ്പോൾ റെസ്പെക്ട് ഡിഫറെന്റ് ആണ്. ആദ്യം ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് എനിക്ക് ഡിപ്രഷൻ അങ്ങേ അറ്റം വരെ വന്ന് റൂമിനകത്ത് കുത്തി ഇരുന്നിട്ടുണ്ട്. ഞാൻ എങ്ങും എത്തില്ല, എന്നെ ആരും വിളിക്കില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വന്നവരൊക്കെ എന്നോട് ഇപ്പൊ സിനിമയിൽ ഡയറക്ടർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറെ ആൾക്കാരുടെ കാലം കയ്യെ പിടിക്കണം. ഇങ്ങനെ മൂലയ്ക്ക് കിടക്കുന്ന ആൾക്കാർ വരെ ആദ്യമേ ചോദിക്കുന്നത് ഇങ്ങനാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം, അങ്ങനാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഞാൻ അവിടം വരെ എത്തണമെങ്കിൽ എത്ര പേരെ പരിചയപ്പെട്ട് ഇങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ പോയിട്ട് വേണം എത്താൻ. ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന രീതിയിലേക്കാണ് ചില ആൾക്കാരുടെ അല്ലേ യൂട്ടിലൈസേഷൻ, ഏത് ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറല്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു നല്ല പ്രവണതയല്ല. കാരണം പ്രത്യേകിച്ച് നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ 99.99% നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്. അതിന്റെ ഇടയിൽ കുറച്ച് പേരാണ് ഈ നശിപ്പിക്കുന്ന ഈ മൊത്തം ഇമേജിനെ ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷെ ചിലപ്പോ ഈ സിനിമ ഫീൽഡിൽ അങ്ങ് നിൽക്കുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും ഇതൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. ഈ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അങ്ങേ മൂലിക്കുന്ന വേണം നമ്മൾ ഇങ്ങനെ അറ്റം എത്താൻ, അവിടുന്നേ തുടങ്ങും. പക്ഷെ ഇവിടെ വരുമ്പോ ഒന്നും കാണത്തില്ല. ഇവിടെ വരുമ്പോ നമ്മൾ സേഫ് ആയിരിക്കും, പക്ഷെ അവിടെ നമ്മൾ സേഫ് അല്ല. അവിടെ നമ്മൾ ഇതിലേക്ക് എത്തണമെങ്കിൽ കൊറേ ഇങ്ങനത്തെ പറ്റില്ല ഏട്ടാന്ന് പറഞ്ഞ എന്നാ വിളിക്കാം, പിന്നെ വിളിയില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെ പിന്നെ അത്
കഴിഞ്ഞു. ഓക്കെ, ശരി. നീ ഈ മറ്റേ റോള് നായിക റോളിലേക്കാണ് സംഭവം വന്നത്? എനിക്കൊരിക്കലും നായികയാകണം അങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യാനാണ് ഇഷ്ടം. ക്യാരക്ടർ വേഷം ചോദിച്ചപ്പോഴാണോ ഇത് പറഞ്ഞേ? ആ ആവശ്യമില്ലല്ലോ. ശരിയാണ്. അല്ല, ഒരു സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോ അതൊരു വേഷമല്ലേ? അപ്പൊ അവര് ചോദിക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. നല്ലൊരു പ്രൊഡ്യൂസർ, നല്ലൊരു മനോഭാവമുള്ള ഒരു ലേഡി പ്രൊഡ്യൂസർ ഞാൻ പറയുന്നത്. കാരണം എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. കാരണം സന്തോഷ് പണിറ്റ് വന്നപ്പോ ഒരുപാട് വ്യത്യാസം വന്ന പോലെ സിനിമാ മേഖലയിലേക്കും ഒരു സ്ത്രീ ശാസ്ത്രീയ എന്ന് വരട്ടെ. വന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു ഇറങ്ങിയൊരു പടത്തില്, ഞാൻ പേര് പറയുന്നില്ല, അതില് ഫിലിമിന്റെ പ്രൊഡ്യൂസർ ലേഡി പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ കണ്ടിരുന്നതാണ്, അവരോട് സംസാരിച്ചിരുന്നത്. അങ്ങനെ നല്ല കഴിവുള്ള ഒരു ലേഡിയാണ് അടുത്ത ഇതിലും വരുന്നുണ്ട്. സ്ത്രീകൾ ഇതിലേക്ക് വന്നിട്ട് അഞ്ജലി മാം ഇല്ലേ, ടെക്നീഷ്യന്മാരെ കുറച്ചോട്ടെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിനിമകൾ ചെയ്യാം. കാരണം തിയേറ്ററിൽ കിട്ടണമെങ്കിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ടാവും. അത് ഒന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഒരുപാട് പടങ്ങൾ ഇപ്പൊ എന്താ പറയാ, സാന്ദ്ര തോമസ് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ. കാരണം ലിസ്റ്റിനായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ വിഷമമുണ്ട്. കാരണം രണ്ടുപേരും നമ്മള് അടുത്ത് പോയി കണ്ട് സംസാരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ടുപേരും കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ടോ അവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്നു. കാരണം നമ്മളിവിടെ പറഞ്ഞ കാര്യമില്ല, എന്നാലും നമ്മൾ സിനിമയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാണ് അവരുടെ പേര് ഞാൻ പറയുന്നത്. കാരണം ഈ സന്തോഷ് വർഗീയെ അറസ്റ്റ് ചെയ്തൊരു സമയമുണ്ട്. ടോപ്പിക് അല്ല ഞാൻ പറയാം. അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച അറിയാല്ല, ജയിലിൽ കൊണ്ട് ഇട്ടു. ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞ പോയിന്റ് കുറവുണ്ട്. പോയിന്റ് എന്താ ഞാൻ പറയാനുള്ള. അപ്പോ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സഹായിച്ചു ഹെൽപ്പ് ചെയ്തു. മീഡിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു കൊച്ചിക്കാനാണ് ഹെൽപ്പ് ചെയ്തത് മെയിനായിട്ട്. വക്കീലിനെ പോയി കാണുകയും പെങ്ങന്മാരായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ ഈ ഇറങ്ങുന്നില്ല എന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരുപാട് പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയി, പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോ ലോഞ്ചിനും. അവിടെ ദിലീപ് ഏട്ടനായിട്ടുള്ള സംഭവം വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അപ്പോ വിസ്റ്റിൻ സ്റ്റീഫൻ എന്നൊരു പ്രൊഡ്യൂസർ, രാജുവിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡാണ്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു പവർഫുൾ മാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പുള്ളിക്കോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താണ് ഇത് കാണിക്കുന്നത്, ഈ ആർട്ടിനെ പിടിച്ച് ജയിലിട്ടാണ് പുള്ളിക്ക് അറിയാം, സൈക്കോ ക്യാരക്ടർ എന്നൊക്കെ അറിയാമല്ലോ, പുള്ളിക്ക് ചില മെന്റൽ പ്രശ്നം കൊണ്ട് പൊട്ടത്തരം പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ വെച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇറക്കാൻ വേണ്ടിയാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എനിക്ക് അറിയില്ല. പക്ഷെ പുള്ളി ഇറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കാരണം ചേട്ടാ എന്താണ് കാണിക്കുന്നത്, പുള്ളി സിനിമയ്ക്ക് വേണ്ടി എന്തോരം റിവ്യൂ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള പുള്ളിയുടെ സ്റ്റുഡിയോ ഞാൻ ചോദിച്ചാൽ ക്രിസ്ത്യാനോട്. കാരണം ഒരുപാട് പേര് ഇത് സിനിമാക്കാരോട് ചോദിച്ചു എന്ന് പറയണെങ്കിലും, പക്ഷെ ഞാനാണ് ചോദിച്ചത്. മനസ്സിലായി, ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനോ ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ പുള്ളി ഇറങ്ങി. പക്ഷെ സന്തോഷ് വർക്കുന്ന ആളെണ്ണം പറയുന്നത് പുള്ളി പൈസ ഇറക്കിക്കൊണ്ടാ പുള്ളി ഇറക്കിയുള്ളൂ. പക്ഷെ സിനിമയിൽ ഹോളുണ്ട്, ചേട്ടൻ അറിയാല്ല. ഈ അമ്മ എന്നുള്ള സംഘടനയില് പലര് ഇപ്പൊ എന്നെയും പേഴ്സണലി അറിയാം. പക്ഷെ എല്ലാവരും പേരെടുത്ത് പറയണമെന്നില്ല. ഇപ്പോ സന്തോഷ് വർക്കിന്റെ ഇഷ്യൂ വന്നപ്പോൾ അവിടെ ഒരു ചർച്ച വന്നിരുന്നു. ഞാൻ കേട്ടതാണ്, പുറത്തുനിന്ന് കേട്ടത്. എന്താണ് ചർച്ച പറയുന്നത്? പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാല് ഞാൻ എന്ന വ്യക്തി കുറച്ച് മാറി നിൽക്കുന്ന ക്യാരക്ടറാണ്. കാരണം എനിക്ക് ഈ സിനിമ മേഖലയെ പറ്റി എന്നോട് പല രീതിയിലും ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, സിനിമയിൽ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. എന്റെ ക്യാരക്ടർ അങ്ങനെയല്ലല്ലോ. ഞാൻ ആസ് എൻ ആക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ പതിയെ റിവ്യൂ പറഞ്ഞ് ബാഡ് ബോയ്സിൽ നിന്നുള്ള സിനിമയിൽ റിയൽ ക്യാരക്ടർ സിനിമയുടെ അകത്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു. ആ ഒരു ചെമ്പപാത്രത്തിലുള്ള ഡാൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു കോമിക്കാണ്. അത് ഞാൻ ചെയ്തു, എന്റെ മനസ്സിലായതുകൊണ്ട് സിനിമയിലാണല്ലോ എന്നോർത്ത് ചെയ്തു. പിന്നെ എനിക്ക് ശരിക്കും വളരെ ഒരു സംഭവം ഷൂട്ടൊന്നും ഇങ്ങനെ സാധനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ചെയ്യണമെന്നോർത്ത് ഓർത്തിരുന്നു. പിന്നെ അത്രയും സെറ്റ് ക്യാമറ എന്നെ വിളിച്ച് ചെയ്യിപ്പിക്കുകയല്ല. അപ്പൊ വേണ്ട, നോ പറയാൻ പറ്റില്ലല്ലോ. കാരണം പലരും പറഞ്ഞു എന്തിനാണ് ആ ക്യാരക്ടർ ചെയ്തതെന്ന് പറയും. പക്ഷെ സിനിമ ആയതുകൊണ്ട് ഞാൻ ചെയ്തു. അതുപോലെ തന്നെ ഈ സന്തോഷ് വർക്കുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തല്ലോ വിഷ്ണു ചേട്ടനെ. പിന്നെ വിഷ്ണു ചേട്ടനോട് ചോദിച്ചപ്പോ മറ്റേ ടിൻ ടോം ചേട്ടൻ്റെ ഒരു പൂജ ഉണ്ടാകും, ഓട്ടം തുള്ളൽ എന്നുള്ള പൂജ. അപ്പൊ അവിടെ വിഷ്ണു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വിഷ്ണു കൊച്ചുകാരനെ പൂജക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പൂജക്ക് പങ്കെടുക്കാറുണ്ട്. അത് ചാൻസ് കിട്ടാൻ വേണ്ടിയൊന്നും അല്ല. പലരും പറഞ്ഞ് പൂജക്ക് പോകുമ്പോൾ ചാൻസ് കിട്ടും, ഒരു പുണ്യം കിട്ടും എന്ന് പറഞ്ഞാൽ. ബാഡ് ബോയ്സിന്റെ പടത്തിന്റെ പൂജക്ക് പോയപ്പോ പുള്ളിക്കാരനെ നോട്ട് ചെയ്തിട്ട് വിളിച്ചു, ഒരു റോള് കിട്ടി, ചെറിയൊരു സംഭവം. പക്ഷെ എല്ലാ പടങ്ങളും നമുക്ക് അതേപോലെ കിട്ടണമെന്നില്ല. പക്ഷെ ആസ് എ വ്യക്തി നമ്മൾ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ
നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമാക്കാരും ഉണ്ട്. ടിൻ ചേട്ടനും ലിസ്റ്റിൻ ചേട്ടനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവര് രണ്ടുപേർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജുവേട്ടനും ലാലേട്ടനും മമ്മൂക്കും നമ്മളെ അറിയാം പേഴ്സണലി. പക്ഷെ അവര് ഒരു പോയിന്റ് എന്നെ പറ്റിയോ സന്തോഷ് വർക്കിയെ പറ്റിയോ പറയുന്നില്ല. ചേട്ടൻ മനസ്സിലാക്കുന്നു ഇതൊരു അമ്മ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഇന്റർവ്യൂല് ഒരുപാട് പേര് എന്നെയും സന്തോഷ് വർക്കി കരിവാരത്തേക്കാൻ നോക്കിയിട്ടുണ്ട് പല ഇന്റർവ്യൂല്. കണ്ടിട്ടുണ്ട് എങ്ങനെ മീഡിയക്കാർ ചോദിക്കുമ്പോൾ എന്തിനാ അങ്ങനെ ഉപയോഗിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാളെ ഒരു സിനിമയുടെ ഇന്റർവ്യൂല് പറഞ്ഞപ്പോ അലിൻ ജോസ് പെരേര എന്തിനാ സിനിമയിൽ ഉപയോഗിച്ചെന്ന് ചോദിച്ചു. ബാഡ് ബോയ്സിന്റെ ബാഡ് ബോയ്സ് ഇറങ്ങി ബസൂക്ക ഇറങ്ങിയ സമയത്താണ് ചോദിച്ചത്. ബസൂക്കയിൽ അങ്ങനെ കാണിച്ചു, അത് വൈറലായി. അപ്പൊ അത് വിഷയം വന്ന് കത്തിയുന്ന സമയത്താണ് ഒരു പോയിന്റ് ചോദ്യം ചോദിച്ചത്. അപ്പൊ അൻസിബ എന്ന് പറഞ്ഞ മാഡം പറഞ്ഞ പോയിന്റ് ഉണ്ട്. കാരണം അമ്മയില് മെയിൻ ലേഡീസ് വിങ്ങില് പ്രവർത്തിക്കുന്ന ആളാണ് അൻസിബ. കാരണം ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടന്റെ മോളായിട്ട് അഭിനയിച്ച. കാരണം ലാലേട്ടനെ അറിയാം, ലാലേട്ടന് ഒപ്പം ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് അൻസിബ. അപ്പൊ ആ ചേച്ചി അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, അലിൻ ജോസ് പെരേര സന്തോഷ് വർക്കിയും സിനിമ അഭിനയിക്കുന്നതുകൊണ്ട് സിനിമയ്ക്കാണ് ഒന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോ കണ്ടിരുന്നു അതിന്റെ. അത് പറയാൻ കാര്യം എല്ലാവരും നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ മാറ്റി നിർത്തുന്നില്ല. അവസാനം കോമാളി അല്ലെങ്കിൽ കോമിക് എന്ന രീതിയിലല്ല കാണുന്നത്. പിന്നെ പലർക്കും പല രീതിയിലുള്ളൊരു ഇതുണ്ടാവും കാര്യങ്ങള്. കാരണം നമ്മള് സിനിമ നടന്മാരെക്കാളും കൂടുതൽ എന്താ പറയാ, നമുക്ക് പേയ്മെന്റ് വലിയായിട്ട് കിട്ടുന്നില്ലെങ്കിലും പോലും അത്യാവശ്യം ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്. ഒരു ദിവസം പലർക്കും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. അത് 1 day കിട്ടുന്നതെന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയും ഒരു 1 day 10K സമ്പാദിക്കണമെങ്കിൽ എത്രത്തോളം വളർന്നു ചിന്തിക്കാം. 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാക്കുന്ന ഒരു IT പ്രൊഫഷണലിനെക്കാളും അല്ലെ, ഒരു 2 ലക്ഷം 1 ലക്ഷം കിട്ടുന്നതിനെക്കാട്ടിലും 3 ലക്ഷം രൂപ സമ്പാദിക്കുക പറഞ്ഞാല് അച്ചീവ്മെന്റ് തന്നെയല്ലേ അല്ലേ? വീട്ടിൽ അഭിനയിക്കാതെ തന്നെ സമ്പാദിക്കുന്നതല്ല, നമുക്കൊരു ചെലവുകളാണ്. ഡെയിലി ചെലവാകുന്ന പൈസയാണ് 10,000 രൂപ. ഓ അത് ശരി. പൈസ ചെലവാകുന്നു, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം പോലും വേണമെന്ന് പറയുന്നത്. എന്റെ ചെലവ് എന്തൊക്കെ എത്രയും വരുന്ന ചെലവ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ചെലവായി പോകുന്നതാണ്. 10,000 രൂപയ്ക്ക് ചെലവാക്കാനുള്ള എന്താണ് ഇത്രയും വലിയത്? കാരണം ദേപുട്ട് പോയിട്ട് ചേട്ടനൊപ്പം ദിലീപേട്ടന്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന എത്ര കോസ്റ്റ് വരും? ഒരു ദിവസം പോകുമ്പോ തന്നെ 3,000 രൂപയോ ഒരു ദിവസം? ഒരു നേരമായിരിക്കും. ഒരു നേരം 3,000 രൂപയോ? നിങ്ങളിത് കേൾക്കുകയും 3,000 രൂപ ഒരു നേരം കൊടുത്ത് സ്പെൻഡ് ചെയ്യുന്ന അലിൻ ജോസ് പെരേര നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ദിലീപേട്ട വീഡിയോ ഉണ്ട്. ഞാൻ എന്റെ ഓണമാണ് ഒന്ന് അല്ല ദിലീപേട്ടാ, നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേര നിങ്ങളുടെ ഒരു വലിയ ലോയൽ കസ്റ്റമർ ആണ്, ഡെയിലി ഫാനാണ്. അതെനിക്കറിയാം, അന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ ഒരു ദിവസം ഒരു നേരം 3,000 രൂപയുടെ ഫുഡ് കഴിക്കാൻ മാത്രം ഇതേ പൊട്ടിൽ കഴിക്കുന്നു എന്ന് പറഞ്ഞു. ദിലീപേട്ടാ നിങ്ങള് ഭാഗ്യവാനാണ്. കാരണം ഡെയിലി ഒരു കസ്റ്റമർ വന്നിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞാല് എനിക്കറിയില്ല, അത് അത്രയും ഒരു റെഗുലർ. അത് ശരി, കാണാറുണ്ടോ? ഒരു ദിവസം സന്തോഷ് വർക്കി ചെന്നിട്ട് പറഞ്ഞു, ഇത് പെരേര അഭിനയിക്കാൻ താല്പര്യം ചേർത്ത്. ഞാൻ ചോദിക്കുന്നത് പുള്ളി എന്തിനാ പറയാൻ എനിക്കറിയാം. അത് ശരി. ചേർത്തിട്ട് ദിലീപേട്ടന്റെ തന്നെ സിനിമയിലും ഹോളുണ്ടെങ്കിൽ പോലും പടങ്ങളെ ദിലീപേട്ടന്റെ കയ്യിലല്ല നിൽക്കുന്നത്. പിന്നെ പടത്തിൽ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഓരോ ആക്ടേഴ്സിന്. കാരണം ഫെഫ്ക അമ്മയുടെ ഒരു ബാനർ ഇതിലാണ് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം ഒരു പടത്തില്. ഇപ്പൊ പിന്നെ ബാഡ് ബോയ്സ് വെച്ചപ്പോ തന്നെ ഒരുപാട് വിമർശനങ്ങൾ വന്നൊക്കെ പറഞ്ഞ് കേട്ടത്. അതിപ്പോ കാലേ കയറും. അത് മണ്ണിരയാണ്, മണ്ണിര മഴയല്ലേ, അപ്പോൾ അതുകൊണ്ട്